കഥാപാത്രമാണോ സിനിമയില്? അതെ അതെ. അതായത് പടത്തിന്റെ ആദ്യത്തെ പാട്ട് ഈ പറഞ്ഞ പോലെ ഒരു കോമഡി, കോളേജ് സബ്ജക്റ്റ്, പ്രണയം, അതൊക്കെ സംസാരിച്ചു പോകുന്നൊരു പാട്ടാണ്. ബാക്കി അതിന്റെ ജേണി സ്ക്രീനിലേക്ക് വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ കുറച്ചൊരു അഭിനയ പ്രാധാന്യമുള്ള പരിപാടികളാണ്. സിനിമയിലേക്ക് കഥാപാത്രത്തിന്റെ ഓരോ കഥാപാത്രം ചെയ്യുമ്പോഴും മുമ്പ് ചെയ്തതിനോട് ഡിഫറെന്റ് ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുമല്ലോ. ഡിഫറെന്റ് ആയിരുന്നു സിനിമയിലെ കഥാപാത്രം. ഡിഫറൻസിനെ പറ്റി പറഞ്ഞ അങ്ങനെ ഭയങ്കര എൻറ്റയർലി ഡിഫറെന്റ് ആണെന്ന് ഞാൻ പറയില്ല. നമ്മുടെ ലൈഫിലൊക്കെ നമ്മൾ ഒരുപാട് കാണുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് പാർവതി. പക്ഷെ സ്റ്റോറി കേട്ടപ്പോ എനിക്കിപ്പോ ഹരിയന്റെ ക്യാരക്ടറായ ഈ ഉണ്ണിയുടെ ഒരു ജേർണി ഉണ്ട്, പുള്ളിയുടെ ഒരു ട്രാൻസിഷൻ, ചെറുപ്പം തുടങ്ങി കോളേജ്, പിന്നെ അവിടെ നിന്ന് മാറി മാറിയുള്ളു. അപ്പൊ അത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര അത് കുറെ നാള് ഇങ്ങനെ ചിന്തിക്കാനുള്ളതായിട്ട് തോന്നി. എന്ന് വെച്ചാൽ അയാൾക്ക് സംഭവിക്കുന്ന ഓരോ കാര്യങ്ങൾ, അയാളുടെ ഒരു ഇമോഷണൽ ജേർണി എന്ന് പറഞ്ഞൊരു സാധനം. അപ്പം അതിന്റെ ഒരു പാർട്ടാണ് എന്റെ ക്യാരക്ടർ. അപ്പൊ അതായിരുന്നു എനിക്ക് ഇത് ഇഷ്ടപ്പെടാനുള്ള മെയിൻ കാരണം. ഇപ്പോഴും സിനിമകൾ ഇപ്പൊ ഒരുപാട് സിനിമകളുണ്ട്. ചെറുപ്പം തൊട്ട് അഭിനയിച്ചു വന്ന് നല്ലൊരു പ്ലേസ് കണ്ടുപിടിച്ച ഒരു ആക്ട്രസ് ആണ് താങ്കൾ. എപ്പോഴും എന്താ പറയുക, ഒരു കഥാപാത്രം ചൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് അല്ലെങ്കിൽ ഒരേ പാറ്റേണിലുള്ള കഥാപാത്രങ്ങളാണെങ്കിൽ അത് നോ പറയാം, ഇത് ഒരേപോലെ ചെയ്തിട്ടുള്ളതാണ്, ഇത് വേറെ കഥാപാത്രം ഉണ്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലില് പറ്റുന്ന ഒരു ആക്ട്രസ് ആണ്. പക്ഷെ എപ്പോഴും തോന്നിയിട്ടുണ്ടോ ഇത് പറ്റാത്ത ഒരു അവസ്ഥയിലാണ് തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു നമ്മള് മൊത്തം സ്റ്റോറിയുടെ ഒരു വെയിറ്റേജ് ആയിരിക്കുമല്ലോ നോക്കുക. അപ്പം അതും പിന്നെ ടീമും അങ്ങനെയൊക്കെ നോക്കിയപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായിരുന്നു കമ്മിറ്റ് ചെയ്യാനുള്ള റീസൺ. ഇപ്പൊ സിനിമ ചർച്ച ചെയ്യുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ഇതുപോലൊരു സബ്ജക്ട് വരുമ്പോൾ അത് പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. ഭയമുണ്ടോ ഈ ഒരു സ്റ്റോറി പുറത്തേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിനിമ പുറത്തേക്ക് വരുമ്പോൾ ആക്രമണങ്ങൾ നേരിടാം, സൈബർ ആക്രമണങ്ങളൊക്കെ നേരിടാൻ ചാൻസ് ഉള്ള ഒരു കഥ കൂടിയാണത്. എന്ത് തോന്നുന്നു അങ്ങനെ ഒരു സ്റ്റോറി സെലക്ട് ചെയ്തപ്പോൾ? തീർച്ചയായും ഇപ്പൊ ഈ പറഞ്ഞ നമ്മൾ പൊളിറ്റിക്സ് എപ്പോഴും സംസാരിക്കുമ്പോൾ അതിന് രണ്ട് വശങ്ങളുണ്ടാവും. അപ്പൊ അത് രണ്ട് വശത്തെ പറ്റിയും ഈ പറഞ്ഞ പോലെ കമന്റ്സ് ഉണ്ടാവും, പോസിറ്റീവ്സ് ഉണ്ടാവും, നെഗറ്റീവ്സ് ഉണ്ടാവും. അതിന്റെ ഒരു പാർട്ടാണ്. ടെൻഷൻ ഇല്ല, കാരണം ഈ പറഞ്ഞ പോലെ നമ്മൾ ജെന്യുവൻലി ഉള്ള കാര്യം ആണ് നമ്മൾ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പൊ അതിന് ഈ പറഞ്ഞ പോലെ പേടിക്കേണ്ട കാര്യം ഉണ്ടായിട്ട് തോന്നിയിട്ടില്ല. എത്രത്തോളം ഒരു സിനിമ കോൺട്രവേഴ്ഷ്യൽ ആവുന്നോ അത്രത്തോളം സിനിമയ്ക്ക് വിജയം കൂടുതലാണ്. ഓരോ സിനിമകൾ ഇപ്പം ചെയ്യുന്ന സമയത്ത് ഓരോ കഥാപാത്രം ചൂസ് ചെയ്യുമ്പോൾ എനിക്ക് നമുക്കുണ്ടാകുന്നൊരു ഇതുണ്ടാവുമല്ലോ, മറ്റേതായിട്ട് കമ്പയർ ആവരുത് എന്നൊരു ഇതുണ്ടാവുമല്ലോ. അപ്പൊ ഒരു തവണ ചെയ്തത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കഥാപാത്രത്തിൽ തന്നെ പാടിലെ കഥാപാത്രം ഇപ്പോഴും ആളുകൾ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്, മലർവാടിയിലെ കഥാപാത്രം ആളുകൾ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ കഥാപാത്രങ്ങൾക്ക് അറിയപ്പെടുന്ന സിനിമകൾ ചെയ്യാനായിട്ട് എപ്പോഴും കഥാപാത്ര സിനിമകൾ ചൂസ് ചെയ്യുമ്പോൾ ഇച്ചിരൂടെ എനിക്ക് ശ്രദ്ധിച്ച് ചൂസ് ചെയ്യായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു, നമ്മുടെ എല്ലാ സിനിമയും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു പ്രതീക്ഷകളാണ്. അപ്പൊ അത് ചിലപ്പം അതിന് പോസിറ്റീവ് റിവ്യൂസ് ഉണ്ടാകാം, നെഗറ്റീവ്സ് ഉണ്ടാകാം. അപ്പം ഈ നെഗറ്റീവ്സിലാണ് നമുക്ക് എങ്ങനെ അത് ഇംപ്രൂവ് ചെയ്യാം എന്നതിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ നന്നാക്കാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെയുള്ള ചിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കൂടുതലും ഈ പറഞ്ഞ പോലെ റിപ്പീറ്റഡ് ഇത് ആകാണ്ട് ശ്രമിച്ചിട്ടുണ്ട് മാക്സിമം.